പ്രൈസ് ലോർഡ്. നല്ല ഈ ദിവസത്തിനായി, നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഒരു ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഒരു വാക്യത്തിലെ ചില ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 91-ാം സങ്കീർത്തനം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം പറയുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ രക്ഷയെ ദൈവം നമ്മളെ കാണിക്കും. എല്ലാ മനുഷ്യൻ്റെയും ആഗ്രഹമാണ് അനുഗ്രഹം പ്രാപിക്കണം, രക്ഷ പ്രാപിക്കണം, പ്രതിസന്ധികളിൽ നിന്ന് മോചനം നേടണം, ജീവിതത്തിൽ ഉയർച്ചയും വിശാലതകളും ഉണ്ടാകണം, ജീവിതത്തിലെ ഇരുട്ടുകളെല്ലാം മാറി ഒരു സമ്പൂർണ്ണ വെളിച്ചത്തിൻ്റെ അകത്ത് ആയി തീരണം. അതിനുവേണ്ടി മനുഷ്യൻ അധ്വാനിക്കുന്നു, പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നു. എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളും ആ പൂർണ്ണ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുവാൻ, രക്ഷയുടെ അനുഗ്രഹത്തിൻ്റെ വിശാലതയുടെ ആ തീരത്തെത്തിച്ചേരുവാൻ കഴിയാത്തവരായി അധ്വാനത്താൽ വലയുന്ന, കഷ്ടപ്പെടുന്ന, ഭാരപ്പെടുന്ന, തളർന്നു പോകുന്ന സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റും കാണാനായിട്ട് കഴിയും. ആ സന്ദർഭത്തിലാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് എല്ലാവർക്കും ഒരു വലിയ പ്രത്യാശയും പ്രതീക്ഷയും തരുന്നത്. 91-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന്, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൻ്റെ ശക്തിയിലും കൃപയിൽ ശരണപ്പെടുന്ന ഒരു മനുഷ്യന് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ്, ദൈവം പറയാണ്, എൻ്റെ രക്ഷയെ അവന് ഞാൻ കാണിച്ചു കൊടുക്കും. എന്താണ് ദൈവം നമ്മെ കാണിക്കുന്ന രക്ഷ? ദൈവം നമ്മെ കാണിക്കുന്ന രക്ഷയെക്കുറിച്ച് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അത് ക്രിസ്തു യേശുവിലൂടെ വെളിപ്പെട്ട രക്ഷയാണ്. ക്രിസ്തു യേശുവിലൂടെ വെളിപ്പെട്ട രക്ഷ എന്താണ്? ക്രിസ്തു യേശുവിലൂടെ വെളിപ്പെട്ട രക്ഷ, വചനം പറയുന്നു, അത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ്, പാപത്തിൻ്റെ ശിക്ഷാവധിയിൽ നിന്നുള്ള രക്ഷയാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷയാണ്. ഇത്ര വലിയ രക്ഷ എന്നാണ് അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിത്യമായ രക്ഷയാണ്, സമ്പൂർണമായ രക്ഷയാണ്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് സമ്പൂർണമായ രക്ഷ നമുക്ക് കാണിച്ചു തരും. നമ്മുടെ ദൈവം അനേക കഷ്ടങ്ങൾ, തകർച്ചകൾ, നിന്ദകൾ ഇത് കാണിക്കുന്ന ദൈവമല്ല. നമുക്ക് രക്ഷയെ കാണിച്ചു തരുന്ന, ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയെ അവൻ നമുക്ക് കാണിച്ചു തരും. ദൈവത്തിൽ രക്ഷയുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവന് രക്ഷ പ്രാപിക്കാൻ കഴിയും. ദൈവത്തിൽ ശരണപ്പെടുന്നവൻ, അവനും അവൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതെ, ദൈവം നിങ്ങൾക്ക് രക്ഷയെ കാണിച്ചു തരും. ഈ ദൈവത്തെ, ഈ യേശുവിനെ, ഈ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവനെ ആരാധിക്കുകയും വിശ്വസിക്കുകയും അനുഗമിക്കുകയും ചെയ്യുമ്പോൾ, എൻ്റെ രക്ഷയെ അവന് ഞാൻ കാണിച്ചു കൊടുക്കും എന്നുള്ള വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നിറവേറുവാനിടവരും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതും കണ്ടു. തകർച്ചകൾ, രോഗങ്ങൾ, വേദനകൾ, നിന്ദകൾ, പീഡകൾ, കഷ്ടതകൾ, അപമാനങ്ങൾ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ കണ്ട്, ഇനി എങ്ങനെ എനിക്ക് ജീവിതത്തിൽ ഒരു നല്ല കാലമുണ്ടാകുമെന്ന് ചിന്തിച്ച് തലകുനിഞ്ഞ് ഹൃദയം തകർന്ന് കണ്ണുകൾ നനഞ്ഞവരായി നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ, നിങ്ങളോടൊരു ഗുഡ് ന്യൂസ് ഞാൻ പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് രക്ഷയെ കാണിച്ചു തരും. അവൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുക, യേശുവിൽ ആശ്രയിക്കുക, യേശുവിനെ അനുഗമിക്കുവാൻ നിങ്ങൾ വേഗത്തിലൊരു തീരുമാനമെടുക്കുക. കർത്താവെ, ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. നീ ഒരുക്കിയിരിക്കുന്ന ആ വലിയ രക്ഷ, ആ നിത്യമായ രക്ഷ, ആത്മാവിൻ്റെ രക്ഷ നീ ഇവർക്ക് കാണിച്ചു കൊടുക്കണം. അത് പ്രാപിപ്പാൻ ഇത് കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.